മലപ്പുറം വളാഞ്ചേരിയിൽ നിന്ന് കോടികൾ വിലമതിക്കുന്ന 3 കിലോ തിമിംഗലം ഛർദി പോലീസ് പിടികൂടി. ലഹരി സംഘത്തെ പിടിക്കുന്നതിനിടയിലാണ് തിമിംഗലം ഛർദിയും കണ്ടെത്തിയത്. പരിശോധനയിൽ 43 ഗ്രാം MDMA-യും 4 കിലോയിലധികം കഞ്ചാവും പിടിച്ചെടുത്തിട്ടുണ്ട്. രണ്ടത്താണി സ്വദേശി നാസർ, ലക്ഷദ്വീപ് സ്വദേശികളായിട്ടുള്ള മുഹമ്മദ് റാഷിദ്, ഹുസൈൻ മുബാറക് എന്നിവരാണ് പിടിയിലായിരിക്കുന്നത്. ശിവദാസ് വിവരങ്ങളുമായി ചേരുന്നു. ശിവദാസ്, ഇപ്പോൾ ഈ മലപ്പുറം ജില്ലയിൽ നിന്നും വ്യാപകമായി ലഹരി വസ്തുക്കൾ കണ്ടെത്തുകയാണല്ലോ. നേരത്തെ ശിവദാസ് തന്നെ ഒരു സ്കൂളിൽ ഓണാഘോഷത്തിന് MDMA കൊണ്ടുവന്നതുമായി ബന്ധപ്പെട്ട വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇപ്പോൾ ഈ വളാഞ്ചേരിയിൽ സംഭവിച്ചിരിക്കുന്നത് എന്താണ്? പോലീസ് നൽകുന്ന വിശദീകരണം എന്താണ്? അത്തരത്തിൽ മലപ്പുറം ജില്ലയിൽ പല ഇടങ്ങളിലും ഇത്തരത്തിൽ വൻ തോതിൽ തന്നെ ലഹരി വസ്തുക്കൾ വിപണനം ചെയ്യുന്ന ഒരു സംഘം പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ വളാഞ്ചേരിയിൽ നിന്നാണ് ഇത്തരത്തിൽ വൻ തോതിലുള്ള ലഹരി ഇപ്പോൾ എക്സൈസ് സംഘം പിടികൂടിയിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഈ തിമിംഗല ഛർദിയും എക്സൈസ് സംഘം പിടികൂടിയിട്ടുണ്ട്. 3 കിലോയിൽ അധികമുള്ള തിമിംഗല ഛർദിയിലാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. അതായത് വിപണിയിൽ കോടികൾ വിലമതിക്കുന്ന ലഹരി വസ്തുക്കളാണ് ഇവ. ഏകദേശം 43 ഗ്രാം MDMA മാത്രം പിടികൂടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 4 കിലോയിലധികം കഞ്ചാവും ഈ സംഘത്തിൽ നിന്നും പിടിച്ചെടുത്തിട്ടുണ്ട്. വിപണിയിൽ കോടികൾ വില മതിക്കുന്ന ലഹരി വസ്തുക്കളാണ് ഇവരിൽ നിന്നും പിടിച്ചെടുത്തിരിക്കുന്നത്. വാടക വീട് കേന്ദ്രീകരിച്ചായിരുന്നു ഈ സംഘം പ്രവർത്തിച്ചിരുന്നത്. ജില്ലയിൽ പല ഇടങ്ങളിലേക്കും വിൽപ്പന നടത്തിയിരുന്ന ലഹരി വസ്തുക്കളായിരുന്നു ഇവ. സംഭവത്തിൽ നിലവിൽ 3 പേരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. രണ്ടത്താണി സ്വദേശിയായ കല്ലട നാസർ, അതോടൊപ്പം തന്നെ 2 ലക്ഷദ്വീപ് സ്വദേശികളുമാണ് നിലവിൽ എക്സൈസ് സംഘം പിടികൂടിയിരിക്കുന്നത്. അതോടൊപ്പം ഇവർക്ക് ഈ തിമിംഗല ഛർദിൽ അടക്കമുള്ളവ എവിടെ നിന്നാണ് കൊണ്ടുവരുന്നത് എന്നുള്ള അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരി, ശിവദാസ് കന്മനമാണ് വിവരങ്ങൾ നൽകിയത്.